എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അമീഷ, അമീഷക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? ഇല്ല. ഓക്കെ. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ അല്ല. ഓക്കെ, കാണാം 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 കാണാം. താഴ്ത്തു പോണേ, ഇതല്ല, കുറച്ചുകൂടെ താഴ്ത്തു പോട്ടെ. കറക്റ്റ് പേജ് നമ്പർ ഞാൻ പറയാം. കുറച്ചുകൂടെ പേജ് നമ്പർ 99. ഓക്കെ ഓക്കെ, അതെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജെനറ്റിക്സിന്റെ ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ 2-3 വട്ടം നിങ്ങൾ വായിച്ചു നോക്കിയോ എന്ന് ചോദിച്ചതിന്റെ കാര്യം അതാ. കാരണം നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ പോലെ അത്ര ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നൊരു ചാപ്റ്റർ അല്ല ജെനറ്റിക്സ്. കുറച്ച് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസും കാര്യങ്ങളും ക്രോസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം നിങ്ങളോട് ഈ ക്ലാസ് ചോദിച്ചത്. എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. വേദ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നോ? വേദ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ട്? ഇല്ല, ഡൗട്ട് ഇല്ല. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. നമുക്ക് അതിന്റെ ബാക്കി പോർഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായി ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നുള്ളൂ. ജെനറ്റിക്സിന്റെ ഫാദർ ആരാണ്? ഗ്രഹർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ് ഏതാണ്? ഫോർ ക്രോസിന് വേണ്ടി സെലക്ട് ചെയ്ത പ്ലാന്റ് നമ്മുടെ പൈസൺ സെക്ടേവം, അതായത് പീ പ്ലാന്റ് ആണ്. ഒരു ടൈപ്പ് ഓഫ് പീ പ്ലാന്റ് ആണ് പൈസൺ സെക്ടേവം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു റീസൺ. ആ ഒറ്റ റീസൺ കൊണ്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക്, പക്ഷെ ആ ഒരു റീസൺ മാത്രമേ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. വേറെ കുറെ കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ ഹൈബ്രിഡൈസേഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, അത് പെട്ടെന്ന് ഈൽഡ് കിട്ടും. അങ്ങനെ കുറെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പൈസം സെക്ടേവത്തെ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. പിന്നെ ഈ 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പം അതിനൊക്കെ പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് ജെനറ്റിക്സ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. വേദ എന്ന് പറഞ്ഞ വാട്ട് ഈസ് ജെനറ്റിക്സ്? The branch of science that deals with heredity and variations is called genetics. Yes, അതായത് ഹെറിഡിറ്റിയും വേരിയേഷനും, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറച്ച് ഗുണങ്ങളും അതുപോലെ തന്നെ ഓസ്പ്രിങ്സിന് പാരന്റ്സിൽ നിന്നുള്ള വേരിയേഷനും അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്ന സയൻസിന്റെ ബ്രാഞ്ച് ആണ് എന്തെന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ്. ഓക്കെ, അതിന്റെ ഫാദറിനെ പറ്റിയാണ് നമ്മൾ ഗ്രഹർ ജൊഹാൻ മെൻഡൽ, പുള്ളിയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ടാണ്. അതായത് അദ്ദേഹം സെലക്ട് ചെയ്തത് പൈസൺ സെക്ടേവം, അതായത് ഗാർഡൻ പി ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ആദ്യം അദ്ദേഹം എടുത്തത് ടോൾന്ന്, അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഹൈറ്റിന് 2 അലീലിക് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോളും ഡ്വാർഫും. അപ്പം അതിനെ രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ F1 ജനറേഷനിൽ, ഫസ്റ്റ് ജനറേഷനിൽ ടോൾ പ്ലാന്റ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് ആ F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ആയപ്പം അതിന്റെ റേഷ്യോ എത്രയായി മാറി? അച്ചു, F2ലെ റേഷ്യോ എത്രയായിരുന്നു? അച്ചു? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അച്ചു കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. നമ്മള് F1നെ ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് F2ലെ റേഷ്യോ ഞാൻ അവിടെ പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ 2-3 വട്ടം അത് റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ല സാറേ. ഓക്കെ, കുഴപ്പമില്ല. അമീഷയ്ക്ക് ഓർമ്മയുണ്ടോ? അമീഷ PA. F2ല് നമ്മള് F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ജനറേഷൻ കിട്ടിയല്ലോ. അതിന്റെ അകത്തെ റേഷ്യോ ഓർമ്മയുണ്ടോ? 3:1 അങ്ങനെ 3:1 അങ്ങനെ എങ്ങാണ്ടല്ല, 3:1. 3:1 ആണ് റേഷ്യോ. ഓക്കെ. അപ്പം ഞാൻ പിന്നെ പറയുക മക്കളെ, നമ്മൾ ഇത്രയും പഠിച്ച ചാപ്റ്റർ പോലെ അല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇത് ആദ്യമാണ് നിങ്ങളിത് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 9th-ലോ 8th-ലോ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒക്കെ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ബാക്കിയുള്ള ചാപ്റ്റർ അവസാന നിമിഷം വായിച്ചിട്ട് കയറി വന്നവരും ഉണ്ട്, അതെനിക്കറിയാം. അതുപോലെ അല്ല ഈ ചാപ്റ്റർ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇത്ര നാളും നിങ്ങൾ എന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കൊണ്ടുപോയി. ഇനിയിപ്പോ നിങ്ങൾ പറയും സാർ പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ആരുടെയും കുറ്റമല്ല. ജെനറ്റിക്സ് എന്ന് പറഞ്ഞത് ഇച്ചിരി ടഫ് എന്നല്ല, അത് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതിപ്പം ആരായാലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും
ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാക്കിയാൽ സംഭവം മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ്, പക്ഷെ അത് മനസ്സിലാക്കി എടുക്കാനാണ് പാട്. ഓക്കെ, അപ്പൊ നമ്മള് 3:1 എന്നുള്ള റേഷ്യോ വരെ പറഞ്ഞായിരുന്നു. അത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് F1 ടോൾ എന്ന ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്തു, അതിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ഉണ്ട്. 2 അലീലിക് ഫോംസ് ഉണ്ട്, ടോളും ഡാർഫും. ടോളിനെ നമ്മൾ ഓൾവേസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ടി ആൻഡ് ഡ്വാർഫ് ഈസ് ഓൾവേസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ടി. പിന്നെ നമുക്ക് ഒരു പരിമിതി ഉണ്ട്. ലൈവ് ക്ലാസ്, അതായത് നമ്മൾ നേരിട്ട് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത് പോലെ ഇതിൽ പഠിപ്പിക്കാൻ പറ്റില്ല. വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷെ അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. തൽക്കാലം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് എക്സാം വരത്തില്ലെന്നോ എക്സാം മാറ്റി വെക്കണോ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തായാലും എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു എഫേർട്ട് വേണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ഇത്ര 3:1 എന്നുള്ള റേഷ്യോ, അതായത് F1 സെൽഫ് പോളിനേറ്റ് ചെയ്തു, 3 ടോളും 1 ഡോർഫും. ഓക്കെ, അങ്ങനെയുള്ള 3:1 എന്നുള്ള റേഷ്യോ കിട്ടി. ഇനി അടുത്തത് സ്റ്റാറ്റിക്സ് ഇൻ മെന്റൽസ് എക്സ്പെരിമെന്റ്. അതായത് മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ കൂടെ നമുക്ക് കിട്ടിയ സ്റ്റാറ്റിക്സ്, അതായത് അതിന്റെ കണക്ക് വിവരങ്ങളാണ് പറയുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 101. കുറച്ചുകൂടെ താഴ്ത്തു പോട്ടെ അശ്വിനെ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തു പോവാമോ? അശ്വിനെ സാർ വരും. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിൽ, ജസ്റ്റ് നോക്കിയാൽ മതി. അത് ജസ്റ്റ് കാണാനല്ലേ? കാണുന്നുണ്ട്. പേജ് നമ്പർ ഒന്ന് താഴ്ത്തു പോകുമോ? 101ാമത്തെ പേജ്, കുറച്ചുകൂടെ താഴ്ത്താണ്. ഒന്ന് സ്ക്രോൾ ചെയ്യാമോ താഴ്ത്ത്? ആ പേജ് നമ്പർ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ നെറ്റിന്റെ ഇഷ്യൂ. അതുകൊണ്ടായിരിക്കും. ഓക്കെ, 101. ഓക്കെ, വന്നോളൂ, കുഴപ്പമില്ല, നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കോ, സ്റ്റാറ്റിക്സ് ഇൻ മെന്റൽസ് എക്സ്പെരിമെന്റ്. ഓക്കെ, among the 1064 plants obtained in the second generation 787, അതായത് ആദ്യത്തെ മൊത്തത്തിൽ ടോട്ടൽ അദ്ദേഹത്തിന് 1064 പ്ലാന്റ്സ് കിട്ടി. അതില് സെക്കൻഡ് ജനറേഷൻ F1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ജനറേഷൻ. F2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ. അതില് സെക്കൻഡ് ജനറേഷനിൽ 777 പ്ലാന്റ്സ് വേർ ടോൾ, അതായത് 777 പ്ലാന്റ്സ് നീളമുള്ളവയും 277 പ്ലാന്റ്സ് 277 പ്ലാന്റ്സ് വെയർ ഡ്വാർഫ്. ഓക്കെ, ആകെ F2 ജനറേഷനിൽ ആ ടോട്ടൽ സ്ട്രെങ്ത് നോട്ട് ചെയ്ത് വെച്ചോ, 1064. അതിൽ 777 ടോൾ പ്ലാന്റും 277 ഡ്വാർഫ് പ്ലാന്റും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് എന്താണ്? എപ്പോഴും മോസ്റ്റ് ഓഫ് ദ കേസസ്, അതായത് നമ്മൾ F2 ജനറേഷൻ F1 സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ആക്കുമ്പോൾ എന്തായിരിക്കും? ഡൊമിനന്റ് ക്യാരക്ടർ. ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, ഡൊമിനന്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും പറഞ്ഞായിരുന്നു അല്ലേ? അതാരവിടെ ഇപ്പൊ ചോദിക്കുന്ന, ഒരു മിനിറ്റ്. ഗോപിക ശിവദാസ്, കേൾക്കാവോ? ഞാൻ പറയുന്നത്? ഞാൻ അവിടെ ഡൊമിനന്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും പറഞ്ഞായിരുന്നു. അപ്പം ഡൊമിനന്റ് ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താ? അത് എന്താണ് ട്രേറ്റ്, മറ്റേ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു വലിയ അതെ വലിയ ആളെ കാണിക്കുന്നതാണ്. വലിയ ആള് നിൽക്കുന്നതെന്നല്ല, ആക്ച്വലി ഒരു ടോളും ഒരു ഡാർഫും കൂടെ ക്രോസ് ചെയ്താൽ അവിടെ F2-ല് F1-നെ ക്രോസ് ചെയ്താൽ F2-ല് കിട്ടുന്നത് ഏറ്റവും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ടോൾ ആയിട്ടുള്ള ആളായിരിക്കും. അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു വലിയ ആളിങ്ങനെ കുറെ ആൾക്കാർ നിൽക്കുക, അതിൽ ഒരു വലിയ ആളിന്റെ പുറകെ കുറെ കുഞ്ഞു ആൾക്കാർ നിന്നാൽ നമുക്ക് വലിയ ആളെ മാത്രമല്ല കാണാൻ പറ്റൂ. കാരണം എന്താ? ചെറിയ ആള് പുറകിലുണ്ട്. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞേ, ഇതൊന്നും എക്സാമിൽ എഴുതി വെക്കരുത്, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ടോളും ഡാർഫും കൂടെ ക്രോസ് ചെയ്ത് ടോളാണ് അവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, കാരണം എക്സ്പ്രസ് ചെയ്യുന്നത് ടോളാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഡ്വാർഫ് അവിടെ ഇല്ലെന്നാണോ? ഡ്വാർഫ് ഉണ്ട്, ഡ്വാർഫ് ഹിഡൻ ആയിട്ടിരിക്കും. അപ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിന് ഡൊമിനന്റ് ക്യാരക്ടർ എന്നും ഹിഡൻ ആയിട്ടിരിക്കുന്ന ക്യാരക്ടറിന് റെസസീവ് ട്രേറ്റ് എന്നുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 1064 പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതിൽ 777 പ്ലാന്റ്സ് ടോൾ. അപ്പൊ ഇവിടുത്തെ ഡൊമിനന്റ് ക്യാരക്ടർ ആണ് എപ്പോഴും നമ്മൾ F2-ന്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്പർ വൈസ് ഏതാണോ കൂടുതൽ അതായിരിക്കും അവിടുത്തെ എന്താ
ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ താഴോട്ട് വരുമ്പോൾ ഉണ്ട് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ആ ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്പർ ഏതിനാണോ കിട്ടിയേക്കുന്നത്, അതായത് ടോളിനാണോ ഡാർഫിനാണോ, അത് നോക്കിയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ. അപ്പം 777 പ്ലാന്റ്സും ടോൾ ആയിരുന്നു, ദാറ്റ് ഈസ് ഡോമിനന്റ് ക്യാരക്ടേഴ്സ്. ആൻഡ് 787 ക്യാരക്ടർ ടോള് ഡോമിനന്റ് ക്യാരക്ടർ, 277 ക്യാരക്ടർ ഡ്വാർഫ് റെസസീവ് ക്യാരക്ടർ. അതാണ് അദ്ദേഹത്തിന് ആദ്യം കിട്ടിയത്. ദ റേഷ്യോ ഓഫ് ദ റിസൾട്ട് ഇസ് ഒബ്റ്റെയിൻ അപ്രോക്സിമേറ്റ്ലി 3:1. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു മോണോ ഹൈബ്രിഡ് ക്രോസിന് എപ്പോഴും ഉള്ള വാല്യൂ എത്രയാണ്? 3:1. ഓക്കെ. ഇത് ഫീനോട്ടിപ്പിക് വാല്യൂ ആണ്. ജീനോട്ടിപ്പിക് വാല്യൂ നോക്കുമ്പോഴത്തേനും 1:2 അതൊന്നും നിങ്ങൾക്ക് ഇല്ല. മൊത്തത്തില് 3:1 എന്നുള്ളൊരു വാല്യൂ. ഓക്കെ. അത് എല്ലാ ക്രോസിനും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആകെ F2 ജനറേഷനിൽ 4 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണം എന്തായിരിക്കും? ടോൾ ആയിരിക്കും, ദാറ്റ് ഈസ് ഡൊമിനന്റ് ക്യാരക്ടർ ആയിരിക്കും. ഒരെണ്ണം മാത്രമേ ഡ്വാർഫ് കാണത്തുള്ളൂ. അത് യൂണിവേഴ്സൽ ആയിട്ട് അങ്ങനെയാണ്. 3:1 ആണ് അതിന്റെ റേഷ്യോ. ഹി കണ്ടിന്യൂഡ് ഹിസ് എക്സ്പെരിമെന്റ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് അതർ 6 ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്. ഓക്കെ. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു. കാരണം എന്താ? നമ്മൾ ഒറ്റ ക്യാരക്ടറിന്റെ 2 അലീലിക് ഫോംസ് എടുത്തു. അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടർ, അതിന്റെ 2 അലീലിക് ഫോംസ് ഏതൊക്കെയാണ്? ടോൾ എന്ന് പറയുന്നൊരു ഫോമും ഡ്വാർഫ് എന്ന് പറയുന്നൊരു ഫോമും. അതിനെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തത്. ദാറ്റ് ഈസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഒറ്റ ക്യാരക്ടറിലെ 2 അലീലിക് ഫോംസിനെ വെച്ചിട്ട് ചെയ്യുന്ന ക്രോസിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എടുത്തേക്കുന്ന തന്നെ ഒരു പ്ലാന്റിലെ തന്നെ 2 ക്യാരക്ടർ, അതായത് അപ്പൊ എത്ര അലീലിക് ഫോംസ് കാണും? 4 അലീലിക് ഫോംസ്. ഒന്നെന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ദി ഫ്ലവറും, രണ്ടെന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് ദി സീഡും. പൊസിഷൻ ഓഫ് ദി ഫ്ലവർ വന്നപ്പോഴത്തേനും അവിടെ 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്, ആക്സിയൽ ആൻഡ് ടെർമിനൽ. പിന്നെ ഷേപ്പ് ഓഫ് ദ സീഡ് വരുമ്പോൾ റൗണ്ട് റിങ്കിൾഡ് എന്തുവാന്നൊക്കെ പറഞ്ഞുതരാം. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആക്സിയൽ അല്ലെങ്കിൽ ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെമ്മിന്റെ ആക്സിയൽ പൊസിഷനിൽ, അതായത് സൈഡിൽ വിരിയുന്ന പൂവ്. ഓക്കെ. പൂക്കള് ഒന്നെങ്കിൽ സൈഡിൽ വിരിയാം അല്ലെങ്കിൽ അഗ്രഭാഗത്ത് വിരിയാം. ഓക്കെ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് 2 രീതിയിൽ എടുക്കാം പൊസിഷൻ ഓഫ് ദ ഫ്ലവർ. ഒന്ന് ആക്സിയൽ, along the axis of the stem. സ്റ്റെമ്മിന്റെ ആക്സിസിൽ വിരിയുന്ന പൂവാണെങ്കിൽ ദാറ്റ് ഈസ് ആക്സിയൽ ഇൻ പൊസിഷൻ. ആൻഡ് അറ്റത്ത് വിരിയുന്ന പൂക്കളാണെങ്കിൽ ദാറ്റ് ഈസ് ടെർമിനൽ ഇൻ പൊസിഷൻ. ഓക്കെ. ഇനി ഷേപ്പ് ഓഫ് ദ സീഡ് ഞാൻ പറഞ്ഞു. നമ്മുടെ പൈസം സെക്ടൈവം എന്ന് പറയുന്നത് സാധാ പയറല്ല, നമ്മുടെ പയറല്ല പൈസം സെക്ടൈവം. കുറച്ചുകൂടെ വലിയ സീഡും പോടും ഒക്കെ ഉള്ളത്. അതായത് അതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല പ്രോമിനന്റ് ആയിട്ട് അതിന്റെ സീഡും ഒക്കെ കാണാൻ പറ്റും. വാളരിപ്പയർ എന്ന് പറയത്തില്ല, അതിന്റെ പടം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ അതിന്റെ കറക്റ്റ് മലയാളം എന്തെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമ്മള് കാട്ടുപയർ എന്നൊക്കെയാ പറയുന്നതെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഇതാണ്, നല്ല ഹാർഡ് ആയിട്ടുള്ള. അപ്പം അതിന്റെ ഷേപ്പ് ഓഫ് ദ സീഡ് 2 രീതിയിൽ നമുക്ക് കാണും. ഒന്ന് റൗണ്ട് ആയിരിക്കും, ഉരുണ്ടതായിരിക്കും, അല്ലെങ്കിൽ റിങ്കിൾഡ് സീഡ് ആയിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെ 4 അലീലിക് ഫോംസ് 2 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് അദ്ദേഹം ക്രോസ് ചെയ്തു. അതാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ? പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, ആ ടേബിൾ നോക്കിക്കേ. പൊസിഷൻ ഓഫ് ദ ഫ്ലവേഴ്സ് ആക്സിയൽ ഇൻറ്റു ടെർമിനൽ, ആക്സിയലിനെ ടെർമിനൽ വെച്ച് ക്രോസ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ സൈഡ് റൗണ്ട് ഇൻറ്റു റിങ്കിൾഡ്, 2 ഇതെടുത്തേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് ജനറേഷൻ സെൽഫ് പോളിനേഷൻ. അതായത് ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ജനറേഷനിൽ 651 ആക്സിയലും 207 ടെർമിനലും. ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ജനറേഷനിൽ ഏതായിരുന്നു കൂടുതൽ എന്നാ എഴുതണ്ടേ. ഞാൻ എപ്പോഴും പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? നമ്പർ വൈസ് കൂടുതലുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ, അതായിരിക്കും ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ നമ്പർ വൈസ് കൂടുതലുള്ള ഏതാ പറഞ്ഞേ? നമ്പർ വൈസ് ഏതാ? ആക്സിയൽ ആണോ ടെർമിനൽ ആണോ കൂടുതൽ? ആക്സിയൽ. അപ്പം ഫസ്റ്റ് ജനറേഷനിൽ ആക്സിയൽ ആണ് വരുന്നത്. ഓക്കെ. ഇനി അതിന്റെ നേരെ അങ്ങേ അറ്റത്തെ കോളത്തിൽ കണ്ട അപ്രോക്സിമേറ്റ് റേഷ്യോ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞു മോണോ ഹൈബ്രിഡ് ക്രോസിന് യൂണിവേഴ്സൽ ആയിട്ട് ഒറ്റ റേഷ്യോ ഉള്ളൂ. ഏതാണ് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ? 3:1. 3:1. അപ്പം ആ കോളം ഫില്ലായി. ഇനി സെക്കൻഡ് കോളം നോക്കിക്കോ. ഷേപ്പ് ഓഫ് ദ സീഡ് എന്തൊക്കെയാണ് ക്രോസ് ചെയ്തത്? റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. അപ്പം ഇവിടുത്തെ നോക്കിക്കോ, 882 റൗണ്ടും 299 റിങ്കിൾഡ് സീഡ്സ് രണ്ടും കൂടി ക്രോസ് ചെയ്തപ്പോ ഇവിടെ F1 എന്തായിരിക്കും ഏറ്റവും കൂടുതൽ? 882 റൗണ്ട്. റേഷ്യോ വന്നിട്ട് 3:1. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു, ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ടേബിൾ, പക്ഷെ പലരും കൊണ്ട് തെറ്റിക്കും. ഭയപ്പെടുക വേണ്ട. നമ്മൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്പർ വൈസ് ഏറ്റവും കൂടുതലുള്ള ഏതാണോ അത് ഇവിടോട്ട് എഴുതുക. പിന്നെ യൂണിവേഴ്സൽ ആയിട്ട് മോണോ ഹൈബ്രിഡ്, നിങ്ങൾക്ക് മോണോ ഹൈബ്രിഡ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു റേഷ്യോ പഠിക്കാൻ. മോണോ ഹൈബ്രിഡിന് മാത്രമേ ഉള്ളൂ. അപ്പം
അതിന്റെ എപ്പോഴും എന്തായിരിക്കും 3:1 ആയിരിക്കും. 2 ക്യാരക്ടറും തന്ന ഇതുപോലെ എത്ര ക്യാരക്ടർ തന്നാലും ഇങ്ങനെ നോക്കി എഴുതാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം അത്രയും കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് വൈ ഡസ് റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? അത് മെന്റലിനുണ്ടായ ഒരു ഡൗട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു ആദ്യം എന്ത് ചെയ്തു, ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും ക്രോസ് ചെയ്തു F1 ഒരു F1 കിട്ടി. അത് ഏതായിരിക്കും? ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞൊരു ഇതാണ് കിട്ടിയത്. അപ്പം അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ 3 ടോളും ഒരു ഡ്വാർഫും കിട്ടി. അപ്പം അദ്ദേഹത്തിന് ന്യായമായിട്ടും ഒരു സംശയം വന്നു, എന്ത് ഈ റെസസീവ് ട്രേറ്റ് എന്താണ് ഫസ്റ്റ് ജനറേഷനിൽ വരാതെ സെക്കൻഡ് ജനറേഷനിൽ കയറി വന്നത് എന്നൊരു സംശയം വന്നു. ഓക്കെ, അതിന് അദ്ദേഹം ഒരു അസംഷനിലെത്തി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മെന്റൽ കമ്മത്ത് with the assumption that during the gamete formation the factors determine a particular character segregate without getting mixed. അതാണ് അവിടുത്തെ പോയിന്റ്, segregate without getting mixed. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. അപ്പം അദ്ദേഹത്തിനല്ല, ന്യായമായിട്ട് നമ്മളത് വായിക്കുമ്പോൾ ആർക്കായാലും പുതിയതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എന്തുകൊണ്ട് F1 വന്നില്ല. അതായത് ഞാൻ പറഞ്ഞു ഡോമിനന്റ് ആണ് റെസസീവ് ആണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചെങ്കിലും എന്തുകൊണ്ട് അത് F2 കയറി വന്ന F1 എന്തുകൊണ്ട് വന്നില്ല? അപ്പം അതിന് കിട്ടിയ ഒരു അസംഷൻ ആണ് എന്ത്, ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ടി നമ്മളെ റൗണ്ടിൽ ഗാമേറ്റ്സിനെ എപ്പോഴും റൗണ്ടിൽ എഴുതാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ നമ്മൾ ക്രോസ് ചെയ്തില്ല. അതാണ് അവിടുത്തെ ഗാമേറ്റ്. അതായത് ടോൾ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ടി റൗണ്ടിനകത്ത് എഴുതാം. ആ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ the factors that determine particular character. ഏത് ഫാക്ടർ ആണോ ഡിറ്റർമൈൻ, ഇവിടെ ഫാക്ടർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ മാറി കുറച്ച് ജീൻസ് എന്നൊക്കെ പഠിക്കും. അപ്പോൾ ഏത് ഫാക്ടർ ആണോ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണോ, ദാറ്റ് സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. അവ തമ്മിൽ മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല, സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതായത് എന്താ, വെവ്വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. അവ ഒരു ഒറ്റ ഇതായിട്ടല്ല നിൽക്കുന്നത്. അതായത് മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല, അത് മാത്രം ഓർത്താൽ മതി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുന്നില്ല. അത് ഉണ്ടായാലും സെപ്പറേറ്റ് ആയിട്ട് രണ്ടും രണ്ട് ലോക്കസിലായിരിക്കും ഉള്ളത്. ഓക്കെ, ലോക്കസ് എന്നൊന്നും പറയണ്ട, രണ്ടും മിക്സ് ആവുന്നില്ല, അത്രയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ഗാമേറ്റ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് ജനറേഷൻ plant, that is capital T small t contain capital T and the other half contain small t. അതായത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ജനറേഷൻ F1 എന്തായിരിക്കും പ്രോജനി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. അതിൽ പകുതി എന്തായിരിക്കും ക്യാപിറ്റൽ ടിയും അതർ ഹാഫ് എന്തായിരിക്കും സ്മോൾ ടി ആയിരിക്കും. അവർ തമ്മിൽ ഒരു മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല. ഇവർ ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും രണ്ട് പ്ലേസ് ഇരിക്കുന്നു എന്ന് ഓർത്താൽ മതി. ഒരുമിച്ച് എഴുതുന്നെങ്കിലും രണ്ട് ലോക്കസ് ഇരിക്കുന്നു, അവ തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. അത്രയാണ് അവിടുത്തെ പോയിന്റ്. അതാണ് മെന്റലിന് കിട്ടിയ അസംഷൻ. അതിനെ ചുവട് പിടിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു യെല്ലോ ബോക്സിൽ നിങ്ങൾ കണ്ടോ, അത് 3 അസംഷൻ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇദ്ദേഹം ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന സാധനത്തിന് ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. അപ്പം എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്. നമ്മൾ അലീലിക് ഫോംസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ, അതിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീലിക് ഫോംസ് ആണ് ഏത്, ടോളും ഡ്വാർഫും, നീളമുള്ളതും നീളം കുറഞ്ഞതും. ഓക്കെ, 1 trait is expressed, that is dominant. അതായത് ഒരു ട്രേറ്റ് 2 എണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യും, അതിനെ എന്തെന്ന് പറയാം, ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയും. ആൻഡ് അതർ ട്രേറ്റ് റിമൈൻസ് ഹിഡൻ, ദാറ്റ് ഈസ് റെസസീവ്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ട്, ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ് തൊട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എക്സ്പ്രസ് ചെയ്യുന്നതിനെ ഡൊമിനന്റ് ക്യാരക്ടർ എന്നും റെസസീവ് ആയിട്ട് അതിൽ പതുങ്ങിയിരിക്കുന്നതിനെ റെസസീവ് ക്യാരക്ടർ ട്രേറ്റ് എന്നും പറയും. ഓക്കെ, ഇൻ ദ ഓസ്പ്രിങ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ. ദ ട്രേറ്റ് ദാറ്റ് റിമൈൻ ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അതല്ലേ നമ്മളിപ്പോ കണ്ടത്. ഇപ്പൊ പറഞ്ഞു നിർത്തി എന്താ, അദ്ദേഹം ചോദിച്ചു ഫസ്റ്റ് ജനറേഷനിൽ വന്നു, ഫസ്റ്റ് ജനറേഷൻ ഇല്ലായിരുന്നു, സെക്കൻഡ് ജനറേഷന് വന്നു. കാര്യം എന്താ, ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അത് സെഗ്രിഗേറ്റ് പിന്നെ സെക്കൻഡ് ജനറേഷനിൽ വരാൻ കാര്യം അവ തമ്മിൽ ആ പർട്ടിക്കുലർ ഫാക്ടർ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല, അതായത് മിക്സിംഗ് അപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി തേർഡ്, ദ റേഷ്യോ ഇൻ ദ ഡൊമിനന്റ് ആൻഡ് ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഈസ് 3:1. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഇത്രയും പഠിപ്പിച്ചതിൽ ഇന്ന് പഠിപ്പിച്ചല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്. നിങ്ങൾക്ക്, എനിക്കറിയാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം, നമുക്ക് വേറെ നിർവാഹം ഇല്ല. എത്ര വട്ടം വേണോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവാ. ഓക്കെ,
ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കാം. അച്ചുവിന് മനസ്സിലായോ അച്ചു? സാറ് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറ് മറ്റേ ജനറേഷനില്ലേ ഫസ്റ്റും സെക്കൻഡും, ആ അതൊന്ന് പറഞ്ഞുതരുമോ? സെക്കൻഡ് ഫസ്റ്റും സെക്കൻഡും ജനറേഷൻ എന്തോ മൊത്തത്തിൽ പറയാൻ ആദ്യം തൊട്ടോ? മറ്റേ മെന്റലിവിന്റെ സംശയം വന്നത്. സംശയം വന്നത് പറയാം. ഫസ്റ്റ് ജനറേഷനിൽ അച്ചു നമ്മൾ ഒരു ക്യാരക്ടർ, അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്യാരക്ടർ എടുത്തു. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? ടോളും ഡാർഫും 2 അലീലിക് ഫോംസിനെ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോജനി എന്താ? അതായത് ഓസ്പ്രിങ് എന്താ? ടി, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അവിടെ നമ്മൾ പറഞ്ഞു ഒരെണ്ണം, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്, ടോൾ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി. അത് നമ്മൾ കിട്ടിയപ്പോൾ നമുക്ക് 4 റിസൾട്ട് കിട്ടി. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി അല്ല, ആദ്യത്തത് ക്യാപിറ്റൽ ടി, പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, പിന്നെ സ്മോൾ ടി, അങ്ങനെ 4 സാധനങ്ങൾ കിട്ടി. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള റേഷ്യോ നമ്മൾ എന്ത് എഴുതി? 3:1 എന്ന് എഴുതി. അതായത് 3 ടോളും 1 ഡോർഫും. ഓക്കെ. അപ്പം അദ്ദേഹത്തിന്റെ ന്യായമായിട്ടുള്ളൊരു സംശയമായിരുന്നു ഇത് എന്തുകൊണ്ട് ആദ്യത്തെ ജനറേഷനിൽ വന്നില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ജനറേഷനിൽ ഇവരുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഇവ തമ്മിൽ എന്താ സെഗ്രിഗേറ്റ് ചെയ്യുമെങ്കിലും ഉണ്ടാവുമെങ്കിലും മിക്സിങ് അപ്പ് ആവുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ജനറേഷനിൽ ഇത് കാണിക്കാത്തത്. സെക്കൻഡ് ജനറേഷനിൽ ഒറ്റ പ്ലാന്റിൽ വരാൻ കാര്യം ഏതൊക്കെയാണോ പർട്ടിക്കുലർ ആയിട്ട് ചേരുമ്പോൾ ഡ്വാർഫ് കിട്ടുന്നത് അത് തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ അത് വരും. മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് ഒറ്റ സാധനം ഉള്ളായിരുന്നു, ക്രോസ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. മനസ്സിലായോ അച്ചുവിന്? മനസ്സിലായി. ഓക്കെ, ശരി. അടുത്ത അമീഷക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ ഈ ഇപ്പൊ പറഞ്ഞില്ലേ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ആ സംഭവം, അതൊന്നുകൂടി പറഞ്ഞുതരോ? ഒരു മിനിറ്റ്. ഹലോ, എനിക്കൊരു കോള് വന്നതാണേ. അമീഷയുടെ ഡൗട്ട് എന്താണ്? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ ഡൗട്ട് ചോദിച്ചത്? ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ജനറേഷൻ നോക്കുമ്പോൾ 4 നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയില്ലേ? അങ്ങനെ 4 ക്രോസ് വരുന്നത്. 4 രീതിയിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ മുന്നത്തെ പേജ് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 4 രീതിയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം 4 രീതിയിലും ക്രോസ് ചെയ്തിട്ട് 4 ഓസ്പ്രിങ്സിനെയും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കിട്ടുന്ന ഓസ്പ്രിങ്സ് ഒന്നും തമ്മിൽ മിക്സ് ആവുന്നില്ല. സെഗ്രിഗേഷൻ എന്നുള്ള വാക്കുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. അതായത് മിക്സ് ആവുന്നില്ല, ഉണ്ടാവുന്നുണ്ട് പക്ഷെ രണ്ടും തമ്മിൽ മിക്സ് ആവുന്നില്ല. രണ്ടും 2 ധ്രുവങ്ങളിലാണ്, അതായത് 2 ലോക്കസിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് അവയുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. അവര് കൂടി ചേർന്നിട്ട് ഒരു സാധനം ഉണ്ടാക്കും, പക്ഷെ അവര് തമ്മിൽ ഒന്നും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയില്ല. നടുക്കൊരു മതിലുണ്ടെന്ന് ഓർത്താൽ മതി. അതാണ് സെഗ്രിഗേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവ അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവിടെ മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല. മനസ്സിലായോ അമീഷ? മനസ്സിലായി. ഓക്കെ. ആൻഡ്രോ ഷിജുന് മനസ്സിലായോ? ഓക്കെ. അന്ന സിസ ആന്റണി ഇന്നെടുത്തതൊന്നുകൂടി പറഞ്ഞുതരോ? ആദ്യത്തെയോ? അതായത് F1 മോണോ ഹൈബ്രിഡ് ക്രോസ്, ഒറ്റ ക്രോസിന്റെ കാര്യം അതാണോ? ഇന്നെടുത്തില്ലേ ഇപ്പൊ ഒരു ബോക്സ്? ഇന്നെടുത്തതോ? ഞാൻ കേട്ട ഇന്നലത്തേന്ന്. ശരി. ഇന്നെടുത്ത ഏത് ബോക്സ്? മഞ്ഞ കളറുള്ള ബോക്സ് ആണോ അതോ അതിന്റെ തൊട്ട് മുന്നത്തെ ആണോ? ഇന്നെടുത്തത് മൊത്തം പറഞ്ഞു. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ വേറെ ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? അശ്വിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അശ്വിനി എന്തോ കേട്ടില്ല. എന്തോ? അത് പറഞ്ഞുതരാം. എല്ലാം ഒന്നും കൂടി പറയാം. ഞാൻ പതുക്കെ പഠിപ്പിക്കുന്നുള്ളൂ. ഈ ചാപ്റ്റർ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ലജിത രാജേഷിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലജിത രാജേഷ്
ജസ്റ്റിൻ ഷാജിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഇല്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പവിത്ര. ഡൗട്ട് ഒന്നുമില്ല സാർ. ഓക്കെ. ഷാരോൺ. ഷാരോൺ. ഇല്ല സാർ. ഓക്കെ. വേദയ്ക്ക് മനസ്സിലായോ? വേദ. ആ മനസ്സിലായി. ഷാജി വി എച്ച്. ഷാജി വി എച്ച് ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ട്, പുള്ളിക്ക് എന്തോ പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഇന്ന് പഠിപ്പിച്ചത് ഒന്നും കൂടി പറയാം. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടെ അത് പറയാം, എന്നിട്ട് അടുത്ത പോർഷനിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ തൊട്ട് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ജനറ്റിക്സിനെ പറ്റിയിട്ടാണ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേദ ആദ്യത്തെ പറഞ്ഞ പോലെ വേരിയേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അതിനെ പറ്റിയിട്ട് ആദ്യം സ്റ്റഡി ചെയ്തത് നമ്മുടെ ഫാദർ ഓഫ് ജനറ്റിക്സ് ആയിട്ടുള്ള ഗ്രഹർ ജോഹാൻ മെൻഡലാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തേ, ഒരു പൈസം സെക്ടേവം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിനെ സെലക്ട് ചെയ്തു. എന്ത് ചെയ്തു, അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് 7 തരത്തിലുള്ള വൈവിധ്യമാർത്തിലുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അതായത് വൈവിധ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതായത് നീളം എടുക്കുകയാണെങ്കിൽ അതിന് 2 ക്യാരക്ടർ ഉണ്ട്, നീളം കൂടുതലും നീളക്കുറവും. പിന്നെ അടുത്തത് പൊസിഷൻ ഓഫ് ദ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആക്സിയലും ടെർമിനലും. അങ്ങനെ 7 ക്യാരക്ടർ, വൈവിധ്യമായിട്ടുള്ള 7 ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പൈസം സെക്ടേവത്തെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചെയ്ത എന്താണ്, ആദ്യം പാരന്റൽ പ്ലാന്റ് ഒരു പ്ലാൻ 2 പ്ലാന്റ്സിനെ എടുത്തു പാരന്റൽ പ്ലാന്റ്സ് ആയിട്ട്. ഓക്കെ. അതിൽ ഒരെണ്ണത്തിന് നീള കൂടുതലും. ആദ്യം അദ്ദേഹം ചെയ്തത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറിന്റെ നോക്കാം. നീളം എന്നുള്ളത് 2 എണ്ണത്തെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത ജനറേഷനിൽ നീളം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പൊ നീളം എടുത്തപ്പോൾ അദ്ദേഹത്തിന് 2 ഫാക്ടേഴ്സ് കിട്ടി, നീള കൂടുതലും നീളക്കുറവും, ട്വാള് ആൻഡ് ഡ്വാർഫ്. അതിനെ നമ്മൾ എന്താ പറഞ്ഞത്, അരീലിക് ഫോംസ് എന്നാ പറഞ്ഞത്. അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിച്ചത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ജീൻസ് ആണ്. അത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് പഠിക്കാം. ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടർ ഹൈറ്റ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീലിക് ഫോംസ് ഏതൊക്കെയാണ്, ടോളും ഡ്വാർഫും. ഓക്കെ, മനസ്സിലായോ? അതാണ് ആദ്യം അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അപ്പൊ ട്വാളും ഡ്വാർഫും, ട്വാളിനകത്ത് നമ്മൾ ടോളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്, ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്തത്. ഡ്വാർഫിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, സ്മോൾ ടി. ഓക്കെ. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ ഗമേറ്റ് എടുക്കുകയാണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നൊരു ഗമേറ്റ്, സ്മോൾ ടി എന്ന് പറയുന്നൊരു ഗമേറ്റ്. അതിനെ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഓസ്പ്രിങ് F1 ജനറേഷനിൽ ടോൾ എന്ന് പറയുന്നൊരു ഓസ്പ്രിങ്ങിനെ കിട്ടി. അപ്പം അവിടെ എന്താണ് പക്ഷെ എഴുതുന്നത് എങ്ങനെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പം ഞാൻ പറയാൻ വന്ന ഇത്രേ ഉള്ളൂ, ഇവിടെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, മനസ്സിലായോ? ടോളും ഡാർഫും കൂടെ ചേർന്നിട്ട് 2ഉം കൂടെ ചേർന്ന ഒരു സാധനമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഓർത്താൽ മതി. ഒരു വലിയ ആള് നിൽക്കുക, അതിന്റെ പുറകിലാണ് കുഞ്ഞാളെങ്കിൽ പുറകിലത്തെ ആളെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ക്യാരക്ടർ കയറി അങ്ങ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക. അതായത് കുത്തകാവകാശം എന്നൊക്കെ പറയത്തില്ലേ, പുള്ളിക്ക് നീളക്കൂടുതലായതുകൊണ്ട് പുറകിൽ നിൽക്കുന്ന ആളെ കാണത്തില്ല, പക്ഷെ പുറകിൽ നിൽക്കുന്ന ആൾ അവിടെ ഉണ്ട്, അത് ഓർമ്മ വേണം. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി ചേർന്നിട്ട് നമ്മൾ ടോൾ എന്ന് വായിച്ചു. അത്ര മനസ്സിലായോ? അതാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്തു, ഈ F1നെ നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ, സ്വയപരാഗണം നടത്തി. അതായത് ഒരു നീളമുള്ള പയറുചെടി ഒരു നീളം കുറഞ്ഞ പയറുചെടിയും കൂടെ ചേർത്തിട്ട് ഒരു നീളമുള്ള പയറുചെടിയെ കിട്ടി. അപ്പൊ അതിന്റെ അലീലിക് ഫോം നമ്മൾ എങ്ങനെ എഴുതുന്നത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതി. ആ ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി അതേപോലത്തെ തന്നെ ഒരു പയറുചെടിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. അതേപോലത്തെ പയറുചെടി ആയിട്ടല്ല, അതിനകത്ത് തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി. അതായത് അത് ബൈസെക്ഷൽ പ്ലാന്റ് ആയതുകൊണ്ട് അതിന് സെൽഫ് പോളിനേഷൻ പോസിബിൾ ആണ്, അല്ലേ? ബൈസെക്ഷൽ പ്ലാന്റ് എന്തുവെന്നൊക്കെ അറിയാലോ, 2 പിന്നെ സെക്സസ്, മെയിലും ഫീമെയിൽ സെക്സസ് അതിനകത്ത് ഉള്ളത് കൊണ്ട് അതിന് സെൽഫ് പോളിനേഷൻ നടത്താൻ പറ്റും. അപ്പം അതിൽ നിന്ന് കിട്ടിയത് 4 ഓസ്പ്രിങ്സിനെയാണ്. ഒന്നാമത്തേൽ ഒരു ഓസ്പ്രിങ്ങിനെ നമ്മൾ എടുത്തുള്ളൂ, പക്ഷെ രണ്ടാമത്തെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി, 4 എണ്ണം കിട്ടി. അതിൽ 3 എണ്ണം ടോളും 1 എണ്ണം ഡ്വാർഫും ആണ്. ഓക്കെ, അത്ര മനസ്സിലായില്ല? അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1. അത്രയാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ അദ്ദേഹം പ്രൂവ് ചെയ്ത്. ഇതിന്റെ സ്റ്റാറ്റിക്സ് വശം നോക്കാം. അതായത് ഇതൊരു കണക്കിന്റെ മാതൃകയിൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. അദ്ദേഹം ചെയ്തത് ആക്ച്വലി 1064 പ്ലാന്റ്സിനെയാണ് അദ്ദേഹത്തിന് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത്. അതായത് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഇവിടെ 3:1 എന്നൊക്കെ എഴുതി 4 എണ്ണം അല്ല മൊത്തത്തിൽ കിട്ടിയത്. മൊത്തത്തിൽ ഒരു 1064 പ്ലാന്റ് കിട്ടി. അതില് 777 എണ്ണം എന്തായിരുന്നു,
ടോൾ ആയിരുന്നു, 277 എണ്ണം എന്തായിരുന്നു ഡ്വാർഫ് ആയിരുന്നു. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് റേഷ്യോ മാത്രമാണ് നമ്മൾ ഇങ്ങനെ റേഷ്യോ വെട്ടി ഇപ്പം ഇത്രയും വലിയൊരു ഫിഗർ, അതായത് 777:277 അതിങ്ങനെ വെട്ടി കുറച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റേഷ്യോ അല്ലായിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇത് യൂണിവേഴ്സൽ ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഒരു റേഷ്യോ ആണ് ഇത് 1:3 എന്നുള്ളത്. അതായത് സെക്കൻഡ് ജനറേഷൻ 3:1 എന്നുള്ളത്. സെക്കൻഡ് ജനറേഷനിൽ സപ്പോസ് 4 പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് 3 എണ്ണം എന്തായിരിക്കും ടോൾ ആയിരിക്കും. അതായത് ഡൊമിനന്റ് ക്യാരക്ടർ ആയിരിക്കും അവിടെ കൂടുതൽ എന്ന് മാത്രം അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അപ്പം അദ്ദേഹത്തിന് 1664 പ്ലാൻസ് കിട്ടി. അതിൽ 777 എണ്ണം എന്തായിരുന്നു ടോൾ പ്ലാൻസ് ആയിരുന്നു, 277 എണ്ണം ഡ്വാർഫ് ആയിരുന്നു. ടോട്ടൽ അപ്രോക്സിമേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആയിരിക്കും. ഓക്കെ, പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പല പല കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്രോസ് ചെയ്തിട്ട് നോക്കാൻ തുടങ്ങി. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. 2 ക്യാരക്ടറിനെ അദ്ദേഹം എടുത്തു. ഒന്ന് പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, അതായത് ആക്സിയല് ടെർമിനല്. അപ്പം ആക്സിയലും ടെർമിനലും അയാൾ ചെയ്തപ്പം പുള്ളിക്കാരൻ ചെയ്തപ്പോൾ പുള്ളിക്ക് സെക്കൻഡ് ജനറേഷനിൽ എത്ര ആക്സിയൽ പ്ലാന്റ്സിനെ കിട്ടി? 651 ആക്സിയൽ പ്ലാന്റ്സിനെയും 207 ടെർമിനൽ പ്ലാന്റ്സിനെയും കിട്ടി. ഞാൻ പറഞ്ഞു, അപ്പൊ F1 ഏതായിരുന്നു കൂടുതലെന്ന് നോക്കാൻ നമ്മൾ എന്ത് വേണം, ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള സാധനം ഏതാന്ന് നോക്കണം. 651 ആണ് ഇവിടെ കൂടുതൽ, അപ്പൊ 651 ആക്സിയൽ പ്ലാന്റ്സ് അല്ലേ. അപ്പം F1 ഏറ്റവും കൂടുതൽ പൊതുവെ എന്തായിരിക്കും, ആക്സിയൽ പ്ലാന്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ റൗണ്ടും റിങ്കിൾഡും കൂടെ ചെയ്തപ്പം 882 റൗണ്ടും 299 റിങ്കിൾഡ് സീഡ്സും കിട്ടി. അപ്പം ഇവിടെ പൊതുവെ എന്തായിരിക്കും, റൗണ്ട് ആയിരിക്കും കൂടുതൽ, അതായത് റൗണ്ട് അല്ലേ പൊതുവെ നമ്പറിൽ കൂടുതൽ. പിന്നെ അപ്രോക്സിമേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെയിം ആണ്, യൂണിവേഴ്സൽ ഇതാണ് 3:1 എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് 3 അസംഷനിൽ അദ്ദേഹം എത്തി. എന്താ പറഞ്ഞേക്കുന്നത്, അതായത് അദ്ദേഹം എന്താണ് ആദ്യം വിചാരിച്ചത്, അദ്ദേഹം F1 എന്തുകൊണ്ട് ഇത് വരുന്നില്ല, അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, F1 എന്തുകൊണ്ട് ഈ റെസസീവ് ട്രേറ്റിനെ കാണുന്നില്ല. പിന്നെ അദ്ദേഹം വന്ന അസംഷൻ എന്തുവായിരുന്നു, the factors that determine a particular character segregate without getting mixed. അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണോ അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, തമ്മിൽ മിക്സ് ആവാതെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് F1 ജനറേഷനിൽ നമ്മൾ ആ റെസസീവ് പ്ലാന്റ് അവിടെ ഉണ്ടായിട്ട് അതിനെ കാണാത്ത, കാരണം അവ തമ്മിൽ മിക്സ് ആയിട്ടില്ല. മിക്സ് ആയെങ്കിൽ ഇപ്പോൾ ഒരു നീളമുള്ളതും നീളം കുറഞ്ഞതും മിക്സ് ആയെങ്കിൽ ഒരു ഇടത്തരം ഉള്ളതേ വരത്തുള്ളൂ, ഒരിക്കലും നീളമുള്ളത് വരത്തില്ല. മിക്സ് ആവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് മിക്സിംഗ് അപ്പ് നടക്കുന്നെങ്കിലുള്ള കേസാണ്. ഇവിടെ മിക്സിംഗ് അപ്പ് നടന്നില്ല, പക്ഷെ എന്തുണ്ടായി, ഓസ്പ്രിങ് ഉണ്ടായി. അപ്പം ആ ആൾ അവിടെ ഉണ്ട്, സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മിക്സിംഗ് അപ്പ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് F1 ജനറേഷനെ കാണാതെ F2 നമ്മൾ സെപ്പറേറ്റ് ക്രോസ് ചെയ്തപ്പോൾ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയത്, അദ്ദേഹത്തെ കിട്ടിയത്. മനസ്സിലായോ? പിന്നെ അദ്ദേഹത്തിന് ഒരു 3 ഇൻഫ്ലുവൻസ് കിട്ടി. എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്. അതായത് ഒരു ട്രേറ്റ് ഡൊമിനന്റ് ആയിരിക്കും, മറ്റത് റെസസീവ് ആയിരിക്കും. നെക്സ്റ്റ്, ദ ട്രേറ്റ് റിമെയിൻ ഹിഡൻ ഇൻ ദ ജനറേഷൻ, ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. ആദ്യത്തെ ജനറേഷനിൽ ഒളിഞ്ഞിരിക്കുന്ന ഫാക്ടർ ഏതാണോ അത് സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുമല്ലേ, അപ്പം 4 എണ്ണത്തിനെ ക്രോസ് ചെയ്യാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം സ്മോൾ ടി വരുമ്പോൾ എന്താ ഉണ്ടാവും, ഡ്വാർഫ് അവിടെ ഉണ്ടാവും. അതായത് റെസസീവ് ആയിട്ടിരിക്കുന്ന സാധനം ഏതാണോ അത് എക്സ്പ്രസ് ചെയ്യപ്പെടും. ഓക്കെ, ദ റേഷ്യോ ഈസ് 3:1. ഈ 3 ഇൻഫറൻസിൽ അദ്ദേഹം എത്തി. ഇത്രയാണ് അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫറൻസ് കാര്യങ്ങൾ. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം പറയുന്നത്. ഇനി നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് കൊടുത്തിട്ടുണ്ട്. മോണോ ഹൈബ്രിഡ് മനസ്സിലാക്കാതെ നിങ്ങൾ ഡൈഹൈബ്രിഡ് പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ രണ്ടാമത് പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയോ? ആരായിരുന്നു അത് പറഞ്ഞ? അന്നാസിസ് ആന്റണി അല്ലേ പറഞ്ഞ? ഒന്നുകൂടി പറയുമോന്ന്? മനസ്സിലായോ അന്ന? മനസ്സിലായി. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പറയാ, അയ്യോ സാറ് ഇനി പറഞ്ഞു തരുമോ അങ്ങനൊന്നും വിചാരിക്കണ്ട. എനിക്ക് തന്നെ അറിയാം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വളരെ പാടുപെട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ആരും ഇത് ഭയങ്കര ബൈ ഹാർട്ട് പഠിച്ചു വന്നവരൊന്നുമല്ല. പക്ഷെ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. മനസ്സിലാക്കാതെ നിങ്ങൾ എന്നെ പേടിച്ച് പറയാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ഡൈഹൈബ്രിഡിന് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. തീർക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ, ജസ്റ്റ് ഒന്ന് തുടങ്ങാം. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് ഓരോ ദിവസം ഓരോ പേജ് വെച്ച് തീർത്താലും തീരാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ജെനറ്റിക്സിന്റെ 2 ചാപ്റ്ററും പതുക്കെ പഠിപ്പിക്കുന്നുള്ളൂ, പേടിക്കണ്ട. അപ്പൊ മോണോ ഹൈബ്രിഡ് മനസ്സിലായല്ലോ. മോണോ ഹൈബ്രിഡും അദ്ദേഹത്തിന് കിട്ടിയ 3 ഇൻഫറൻസുകളും. ഓക്കെ, ഇനി നോക്കിക്കോ. In his first experiment, Mendel observed that the inheritance of a single pair of contrasting traits
ആദ്യത്തെ എക്സ്പെരിമെന്റ് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സിംഗിൾ പെയർ, അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടർ ടോളും ഡ്വാർഫും മാത്രമേ എടുത്തുള്ളൂ. ഹി ഒബ്സർവ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 pairs of contrasting traits of the same plant in the next stage. അദ്ദേഹം ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു പ്ലാന്റ് പൈസൺ സെക്ടേവത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് 2 അലീലിക് ഫോംസിനെയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, 2 ക്യാരക്ടറിനെ എടുക്കാൻ തുടങ്ങി, അതായത് 4 ഫോമുകൾ. അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറയും. Observe the illustration showing hybridization experiment conducted by Mendel on 2 characters, namely height of the plant and shape of the seed. അപ്പം ആദ്യം നമ്മൾ ഹൈറ്റ് ഓഫ് ദ ക്യാരക്ടർ പ്ലാന്റ് മാത്രം എടുത്ത് ചെയ്തു. അപ്പം 2 ക്യാരക്ടർ 2 അലീലിക് ഫോംസ് ഉണ്ടായിരുന്നു. ഹൈറ്റ് എന്ന് പറഞ്ഞ ഇതിന് ടോളും ഡാർഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഷേപ്പ് ഓഫ് ദ സീഡ്. ഷേപ്പ് ഓഫ് ദ സീഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റൗണ്ട് റിങ്കിൾഡ് എന്ന് പറയുന്ന 2 ഷേപ്പുകളാണ് ഉള്ളത്. അപ്പൊ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ടോട്ടൽ? 2 ക്യാരക്ടേഴ്സ്, 4 അലീലിക് ഫോംസ്. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്നൊന്നും നിങ്ങൾ എഴുതണ്ട. അപ്പം അദ്ദേഹം 2 എണ്ണത്തെ ചെയ്തു, 2 ക്യാരക്ടർ എടുത്തു, 4 അലീലിക് ഫോംസ് കിട്ടി. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ദ ഇലിസ്ട്രേഷൻ 6.3 ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. ഓക്കെ, ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ കണ്ടോ? അശ്വിനെ കുറച്ചുകൂടെ താഴോട്ട് പോകാമോ? പേജ് നമ്പർ 102, തൊട്ടപ്പുറത്തെ പേജ്. അശ്വിന് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, വന്നോളും കേട്ടോ. ഓക്കെ, ഓക്കെ, അത് തന്നെ. അപ്പം ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നോണം. മോണോഹൈബ്രിഡ് മനസ്സിലാക്കാതെ ഡൈഹൈബ്രിഡ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഡൈഹൈബ്രിഡും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ്ട് ഇതിനകത്തൊരു പിന്നറ്റ് സ്ക്വയർ, അതാണ്ട് ഈ താഴെ കൊടുത്തിട്ടില്ലേ, ഇതിനെയാണ് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പിന്നറ്റ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് ആണെങ്കിലും ട്രൈ ആണ്, നിങ്ങൾക്ക് ട്രൈ ഒന്നും പഠിക്കേണ്ട, ഡൈ വരെ ഉള്ളെന്ന് തോന്നുന്നു. ട്രൈ ഒക്കെ ഉണ്ട്, കുറെ ക്രോസുകളുണ്ട്. അതായത് 4 ക്യാരക്ടർ ഒക്കെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പിന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു, 2 ക്യാരക്ടറിനെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ വേദ ഇവിടെ എടുത്തേക്കുന്ന 2 ക്യാരക്ടർ പറഞ്ഞേ? ടോളും ഹൈറ്റും പിന്നെ ഹൈറ്റും പിന്നെ ഷേപ്പ് ഓഫ് ദ സീഡും. ഓക്കെ, ഷേപ്പ് ഓഫ് ദ സീഡും. പവിത്ര അല്ലേ? പവിത്ര പറഞ്ഞേ, ഹൈറ്റ് ഓഫ് ദ സീഡിന്റെ 2 അലീലിക് ഫോംസ് ഏതൊക്കെയാ? അല്ല, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിന്റെ ഹൈറ്റിന്റെ 2 ഫോംസ് ഏതൊക്കെയാ? ഞാൻ വന്നിട്ട് കുറച്ചു നേരം ഉള്ള കാരണം പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഓ, ശരി. ജസ്റ്റിൻ ഷാജി പറഞ്ഞേ. ജസ്റ്റിൻ ഷാജി. ടോളും ഡാർഫും. ടോളും ഡാർഫും. ഓക്കെ, അതുപോലെ നമ്മുടെ ഷേപ്പ് ഓഫ് ദ സീഡിന്റെ 2 ക്യാരക്ടേഴ്സ് പറഞ്ഞേ. അമീഷ. 2 ക്യാരക്ടേഴ്സ് അല്ല, 2 അലീലിക് ഫോംസ് ഏതൊക്കെയാ ഷേപ്പ് ഓഫ് ദ സീഡിന്റെ? റൗണ്ട് സീഡും പിന്നെ റിങ്കിൾഡ് സീഡും അതന്നെ അല്ലേ? ഓ, ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കാര്യം അറിയാം. അപ്പം ഇവിടെ 2 ക്യാരക്ടേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ സീഡ്. അതിന് മൊത്തത്തിൽ 4 അലീലിക് ഫോംസ് ഉണ്ട്. അതാണ് ഈ എഴുതിയേക്കുന്നത്. ടോൾ പ്ലാന്റ്, ഒന്നാമത്തെ നോക്കിക്കോ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. പിന്നെ ഇവിടുത്തെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. മൊത്തത്തിൽ 2 ക്യാരക്ടേഴ്സ്, 4 അലീലിക് ഫോംസ്. ഇത് ഓർത്തോണം. ടോൾ പ്ലാന്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി. ഡ്വാർഫ് പ്ലാന്റ് സ്മോൾ ടി. അതുപോലെ തന്നെയാണ് റൗണ്ട്. ഇവിടുത്തെ ഡൊമിനന്റ് ക്യാരക്ടർ, ഷേപ്പ് ഓഫ് ദ സീഡിലെ ഡൊമിനന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ്. അപ്പൊ റൗണ്ടിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ. റിങ്കിൾഡ് സീഡ്, അതായത് ഉണങ്ങിയ വിത്ത്. അതിനെ എങ്ങനെയാണ് ഉണങ്ങിയതല്ല, ചുരുങ്ങിയ വിത്ത്, അതിന് നമ്മൾ സ്മോൾ ആർ. ഇവിടുത്തെ റെസിസ്റ്റീവ് ക്യാരക്ടർ ആയിട്ട് റിങ്കിൾഡ് സീഡ് ആണ് എടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഡൊമിനന്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആൻഡ് റെസിസ്റ്റീവ് ക്യാരക്ടർ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. പൊക്കമുള്ളതും ഉരുണ്ടതുമായ സീഡ് ഉള്ളത് ഡോമിനന്റും, പൊക്കം കുറഞ്ഞതും ചുരുങ്ങിയതുമായിട്ടുള്ള സീഡ് ഉള്ളത് റെസിസ്റ്റീവ് പാരന്റ്. അതുങ്ങളെ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. അതാണ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. സ്മോൾ ടി, സ്മോൾ ആർ. അതാണ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. അപ്പം ഇതിന് നമ്മൾ ഗ്യാമേറ്റിനെ എടുക്കുക. നമുക്കിത് എന്ത് മതി? ഒറ്റ ഗ്യാമേറ്റ് എഴുതുമ്പോൾ നമ്മളിപ്പം ക്യാപിറ്റൽ ടി എഴുതുമ്പോൾ ഗ്യാമേറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിന് ഓരോന്നിനും എടുക്കുക. അതായത്
ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറിന് ടിയും ആറും മാത്രം എടുക്കുക. സ്മോൾ ടി സ്മോൾ ആറിന് സ്മോൾ ടിയും സ്മോൾ ആറും. അതാണ് ഒരു ഗ്യാമേറ്റ് എന്ന് പറഞ്ഞത്. റൗണ്ടിൽ കണ്ടിട്ടുണ്ടോ? അപ്പം അതിനെ രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ F1 ജനറേഷനിലെ ഓസ്പ്രിങ് എന്താണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഓസ്പ്രിങ്ങിനെ കിട്ടി. അതിന്റെ F1ലെ ഇതെന്തായിരിക്കും? എന്ത് ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും? പറഞ്ഞേ, വേദയ്ക്ക് പറയാൻ പറ്റും. വേദ പറഞ്ഞേ, അല്ലെങ്കിൽ ഗോപിക പറ, ഗോപിക ശിവദാസ്. സാറേ നമുക്കിപ്പോ ഇവിടെ F1 ജനറേഷൻ കിട്ടിയില്ലേ? അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടിയില്ലേ? ഗോപികയ്ക്ക് കേൾക്കാമോ? ഗോപിക കേൾക്കാമോ ഞാൻ പറയുന്നേ? അപ്പൊ അതെങ്ങനത്തെ പ്ലാന്റ് ആയിരിക്കും? ടോൾ പ്ലാന്റ് ആണോ, ഡോർഫ് പ്ലാന്റ് ആണോ, റൗണ്ട് സീഡഡ് ആണോ, റിങ്കിൾഡ് സീഡഡ് ആണോ? അതെങ്ങനത്തെ സാധനമാണ്? പറഞ്ഞേ. നമുക്ക് ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സിനെ ക്രോസ് ചെയ്തു. അതായത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും. അതിനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞ ഒരു ഓസ്പ്രിങ്ങിനെയാണ് F1 കിട്ടിയത്. അതിന്റെ ക്യാരക്ടർ എന്തായിരിക്കും? നീളമുള്ള ചെടിയാണോ, നീളം കുറഞ്ഞ ചെടിയാണോ, റൗണ്ട് സീഡ് ഉള്ളതാണോ, റിങ്കിൾഡ് സീഡ് ഉള്ളതാണോ? അങ്ങനെ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ടോൾ പ്ലാന്റ്. അപ്പം ഷേപ്പ് എന്തായിരിക്കും? റൗണ്ട് ആണോ, റിങ്കിൾഡ് ആണോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണേ. അപ്പൊ എന്തായിരിക്കും ക്യാരക്ടർ? ഷേപ്പ് ഏതായിരിക്കും? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട്. അതെ അത്ര ഉള്ളു കാര്യം. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇപ്പൊ തൽക്കാലം എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വന്നില്ല. അപ്പൊ എന്ത്? ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ അത് ഡൊമിനന്റ് ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ ടി ഉണ്ട്, അപ്പൊ ടോൾ പ്ലാന്റ് ആയിരിക്കും. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇനി ഷേപ്പ് നോക്കുമ്പോ ക്യാപിറ്റൽ ആർ വന്നിട്ടുണ്ടോ അത് റൗണ്ട് ആയിരിക്കും. സ്മോൾ ആർ മാത്രം ഉള്ളെങ്കിൽ മാത്രമേ എന്താവൂ? എന്താ ഒരു ക്യാപിറ്റൽ ആർ, രണ്ടും ക്യാപിറ്റൽ ആർ വന്നാലും അത് ഡൊമിനന്റ് ആണ്. ഒരു ക്യാപിറ്റൽ ആർ സ്മോൾ ആറും വന്നാലും അത് ഡൊമിനന്റ് ആണ്. അതൊക്കെ അങ്ങനെ ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ പിന്നെ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടുത്തെ പ്ലാന്റ് പിന്നെ നമ്മുടെ കുട്ടിയുടെ പേരെന്താ? ഗോപിക ശിവദാസ് പറഞ്ഞത് കറക്റ്റ് ആണ്. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. മനസ്സിലായോ? അപ്പം ഇത്രയും മനസ്സിലായെങ്കിൽ ഈ ചെക്കർ ബോർഡ് അടുത്ത ക്ലാസ്സിൽ ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഇന്ന് ഫില്ല് ചെയ്യാൻ ടൈം ഇല്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് പറ്റുമെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വരിക. ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ഈ ചെക്കർ ബോർഡ് വരയ്ക്കുക. ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് എനിക്ക് അയച്ചു തരുമോ? എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, അല്ലെ എനിക്ക് പേഴ്സണലി അയച്ചു തന്നാലും മതി, അല്ലെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നാലും. ഗ്രൂപ്പിൽ ഇടണ്ട, പേഴ്സണലി അയച്ചാ. പേഴ്സണലി എല്ലാവരും ഇതിന്റെ ചെക്കർ ബോർഡ് ഫില്ല് ചെയ്ത് എനിക്ക് അയച്ചാ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം സാധനം മനസ്സിലായി എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ F1 കിട്ടി, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. അതിനെ വീണ്ടും നമ്മൾ മറ്റേ പഴയത് ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ അങ്ങനെ ചെയ്യുന്നു. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലേ നമുക്ക് സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം ഇവിടെ കൂടുതലുണ്ട്, അതായത് ഗമേറ്റ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ സ്ക്വയറിന്റെ രൂപത്തിൽ എഴുതുന്നു. ആ ടെക്സ്റ്റിലുള്ള അതേ രീതിയിൽ എഴുതിയിട്ട് അങ്ങോട്ട് ഇവിടെ ഒരു മോഡൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് മുകളിലും സൈഡിലും നോക്കിക്കോ, രണ്ട് സൈഡിലും അങ്ങനെയാണ് ക്രോസ്. അവിടെ ഒരു ഗ്യാമേറ്റിന്റെ ഒരു എൽ ഷേപ്പ് കണ്ടോ? അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മേളത്തെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും സൈഡിലത്തെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും കൂടെ ചേർന്ന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അതെന്തായിരിക്കും? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു റോ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്നല്ല തുടങ്ങുന്നത്. അപ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇനി അടുത്ത നോക്കിക്കോ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അത് ക്രോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതിനു ശേഷം മാത്രമേ സ്മോൾ ലെറ്റർ എഴുതാവൂ. അത് ഓർത്തോണം. അപ്പൊ അതെന്തായിരിക്കും? അതും ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സൈഡ് ആയിരിക്കും. അങ്ങനെ മനസ്സിലായോ നിങ്ങൾക്ക്? വേദ ഞാൻ പറഞ്ഞ ആ ലോജിക്ക് മനസ്സിലായോ? ചെക്കർ ബോർഡ് ഫില്ല് ചെയ്യുന്നതിന്റെ മനസ്സിലായോ വേദ? ഇല്ല. ഓ ഓക്കെ. എന്നെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്യണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, പറ്റുമെങ്കിൽ നാളെയൊക്കെ ആയിട്ട്
ഇതിന്റെ ഒരു വീഡിയോ ക്ലാസ് ഞാൻ ഇങ്ങനെ എഴുതുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇടാം. അത് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ക്ലാസ്, അപ്പോഴത്തേനും നിങ്ങൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് ഇനി അടുത്ത ക്ലാസ് എന്താണോ അപ്പോഴത്തേനും ഞാൻ ഈ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതെല്ലാവരും കാണുക. അത് കണ്ടതിന് ശേഷം ഈ ചെക്കർ ബോർഡൂടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. തെറ്റിയാലും സാരമില്ല, നമുക്കത് കുഴപ്പമില്ല. അത് ട്രൈ ചെയ്യുക, ഫില്ല് ചെയ്തിട്ട് എന്നെ കാണിക്കുക. ഓക്കെ, ഞാൻ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് ഇടാം. ഇന്ന് ഇച്ചിരി തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും വിഷ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഇനിയിപ്പോൾ നമ്മൾ കാണത്തില്ലല്ലോ, ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടല്ലേ കാണത്തുള്ളൂ, ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ കാണത്തുള്ളൂ. അപ്പം എല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് അടിച്ചു പൊളിക്കുക. അതിനോടൊപ്പം തന്നെ ജെനറ്റിക്സ് ആണ് ചാപ്റ്റർ എന്നുള്ള ബോധം മനസ്സിൽ വെക്കുക. നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അശ്വിനെ എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? സാറേ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. കുറച്ച് പഠിച്ചു പോവാം. അതെ ഇത് ഇച്ചിരി പാടാണ്. അതാ ജെനറ്റിക്സ് ആയതുകൊണ്ട് ഇത്തിരി പാടാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അശ്വിനോട് ചോദിച്ചാലും അശ്വിനും പറയും